മകളുടെ കല്യാണം ഉറപ്പിച്ചു. മകളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയി. പക്ഷേ സാഹചര്യം കൊണ്ട് മോളുടെ കല്യാണം നടത്താൻ കഴിഞ്ഞില്ല. നിക്കാഹ് കഴിഞ്ഞു. ആ ഉപ്പ വിചാരിച്ചു മോളുടെ കല്യാണത്തിന്റെ ടൈം ആകുമ്പോൾ എനിക്ക് തിരിച്ചു വരാം, ഞാൻ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച ആ ഉപ്പ തിരിച്ച് നാട്ടിൽ നിന്ന് പോന്നു പ്രവാസത്തേക്ക്. പിന്നീട് നാട്ടിൽ നിന്ന് വന്നു. കല്യാണം മൂപ്പർക്ക് സാഹചര്യം കൊണ്ട് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ കല്യാണത്തിന്റെ ദിവസം ആ ഉപ്പ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ മകളുടെ ആ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് എൻ്റെ മോള് എന്നെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു ആ ഉപ്പ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാരണവശാൽ എന്തോ ആവാം ആ മകളുടെ വിളിയൊന്നും കണ്ടില്ല. കുറെ ടൈം കഴിഞ്ഞു. ആ ഉപ്പയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ആ ഉപ്പ നാട്ടിലേക്ക് വിളിച്ചു. ആ മോളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് ആ ഉപ്പ ആ മോൾക്കും വേണ്ടിയിട്ട് വിളിച്ച നേരത്ത് ആ മോള് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒന്ന് ആ മനസ്സ് ഇടറിയിട്ടുണ്ട്. പക്ഷേ ആ ഉപ്പ പിന്നീട് ഒന്ന് ഉമ്മാക്ക് കൊടുക്കാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഞാനിപ്പോൾ നല്ല തിരക്കിലാണ്, ഇവിടെ നല്ല ആളുണ്ട്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രവാസികൾ ഒരുപാട് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഓരോ പരിപാടിക്കും ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും പങ്കെടുക്കാൻ സാധിക്കാത്തതുമായ സാഹചര്യം കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ആ ഉപ്പ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ നാട്ടിലേക്ക് പോയാൽ ഒരുപാട് ചിലവുണ്ടടാ, ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നടക്കൂല, ഞാൻ ആ ഉള്ള പൈസയും കൂടി അങ്ങോട്ട് അയച്ചു കൊടുത്ത് ആ മോളെ കല്യാണം ഉഷാറാകട്ടെ, നിക്കാഹ് കഴിച്ചിട്ട് ഞാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് മോളെ കല്യാണം ഉഷാറാവട്ടെ, ഇനി എനിക്ക് ഇതിൻ്റെ തായും മക്കളുണ്ട്, അത് എനിക്ക് നോക്കാം, നാട്ടിൽ പോയിട്ട് നല്ലപോലെ കൂടാ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക വീട്ടുകാർ, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഓരോരോ പ്രവാസികൾ നിങ്ങളെ കണ്ണീരൊപ്പാനും വേണ്ടിയിട്ടാണ് അവരെ കണ്ണീര് അറിയിക്കാത്ത രൂപത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരാണ് കരഞ്ഞു കഴിഞ്ഞാൽ അവന് കൂസനാവും. പക്ഷെ അത് കരയാത്ത എന്തെന്നറിയോ, കരയുന്നുണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ, അതാരും കാണുന്നില്ല. അത് കാണാതിരിക്കരുത്. ഓരോ പ്രവാസികളുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അറിയണ ഒരാളൊരു അവസ്ഥ ഞാൻ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആദ്യം ഏതൊരു വ്യക്തികളാണെങ്കിലും അവരെ ഉപ്പാനാണെങ്കിലും ഉമ്മാനാണെങ്കിലും അല്ലെങ്കിൽ അനിയന്മാരാണെങ്കിലും ജ്യേഷ്ഠന്മാരാണെങ്കിലും ഒന്ന് വിളിച്ച് ആ ഒരു ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അവരത് കാണുന്നില്ലെങ്കിലും അതിൽ കൂടുന്നില്ലെങ്കിലും അതൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഓരോരോ പ്രവാസികൾ എന്നുള്ളത് ഓർക്കുക. അവർക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ദയവ് വിചാരിച്ച് ഇത് വീഡിയോ കാണുന്നവരൊക്കെ, ഞാൻ ആദ്യം കുറ്റപ്പെടുത്തിയതല്ല,